നമസ്കാരം. ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരുടെ ആദ്യ സംഘം ഇന്ന് രാവിലെ ദില്ലിയിലെത്തിയിരിക്കുകയാണ്. ഇറാനിൽ നിന്നും ദില്ലിയിലേക്ക് വിമാനമാർഗമാണ് ഇന്ത്യക്കാരടങ്ങുന്ന സംഘം എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ ഇന്ത്യൻ സർക്കാരിൻ്റെ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഇറാനിലുള്ള ഇന്ത്യക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഇറാനിൽ ആഭ്യന്തര സംഘർഷം രൂക്ഷമാണ്. അവിടുത്തെ ഇസ്ലാമിക ഭരണകൂടത്തെ പുറത്താക്കാനായി ഇസ്ലാമിക ഭരണകൂടം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ജൂൺ മാസത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രായേലുമായും അതുപോലെ തന്നെ അമേരിക്കയുമായും നടത്തിയ യുദ്ധത്തിന് ശേഷം ഇറാൻ്റെ സാമ്പത്തിക നില അത് അതിരൂക്ഷമായിരുന്നു. ഇറാനിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം അനുഭവപ്പെടുന്നു. ഭക്ഷ്യസാധനങ്ങൾക്ക് ദൗർലഭ്യമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇറാനുമേൽ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ഇറാന് എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടുകൂടി തൊഴിലില്ലായ്മ വർദ്ധിക്കുകയും രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെതിരെയാണ് ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത്. എന്നാൽ ഈ അടിച്ചമർത്തലിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലുന്നതിനെതിരെയുള്ള സമരം ഏത് വിധേനയും അടിച്ചമർത്തുമെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇറാനിലെ ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടം. അവിടുത്തെ ആത്മീയ നേതാവായ ആയത്തുള്ള ഖമേനി പുറത്താക്കും വരെ സമരം തുടരും എന്നാണ് പ്രക്ഷോഭകർ അറിയിച്ചിട്ടുള്ളത്. അക്രമാസക്തമാവുകയാണ് പ്രക്ഷോഭം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൂറുകണക്കിന് പ്രക്ഷോഭകാരികളെയാണ് ഇതുവരെ ഇസ്ലാമിലെ ആ ഭരണകൂടം അടിച്ചമർത്തുകയും വകവരുത്തുകയും ഒക്കെ ചെയ്തത്. ഇതിനെതിരെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രക്ഷോഭകാരികളെ കൊലപ്പെടുത്തിയാൽ ഞങ്ങൾ ഇടപെടും എന്ന് അമേരിക്ക ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക അവിടെ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഇപ്പോൾ നടത്തി വരികയുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരന്മാരുടെ ജീവന് അവിടെ ഭീഷണിയുണ്ട്. അവിടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള അക്രമമുണ്ടാകാനുള്ള ജനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമമുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. ഭരണകൂടവും പ്രക്ഷോഭകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അത് വല്ലാത്ത ഒരു തലത്തിലേക്ക് ഇറാൻ സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ആളുകൾക്ക് അവിടെ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയുടെ സൈനിക ഇടപെടൽ കൂടിയായാൽ അത് ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറും. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാനാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇറാനിലെ ഇന്ത്യക്കാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല ഇന്ത്യയിൽ നിന്നും മറ്റാരും ഇറാനിലേക്ക് പോകരുത് എന്ന നിർദ്ദേശവും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. ഏകദേശം 9,000-ഓളം വരുന്ന ഇന്ത്യക്കാരാണ് ഇപ്പോൾ ഇറാനിലുള്ളത്. ഇവരുടെ ഏറ്റവും ഭൂരിഭാഗം ആളുകളും വിദ്യാർത്ഥികളും മറ്റ് ചില മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളും ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകളും ഇറാനിലുണ്ട്. ഇവരോട് എത്രയും വേഗം ലഭ്യമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലേക്ക് മടങ്ങി വരാനാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ കഴിഞ്ഞ ദിവസം പൊടുന്നനെ ഇറാൻ അവരുടെ വ്യോമപാത അടച്ചിരുന്നു. ഇത് സംഘർഷം ശക്തമാകുന്നു എന്നതിൻ്റെ സൂചനയായി കണ്ടുകൊണ്ട് ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള പ്രത്യേക ദൗത്യത്തിന് ഇന്ത്യ തുടക്കമിട്ടിരുന്നു. എന്നാൽ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഇറാൻ വ്യോമപാത അടയ്ക്കുന്നത് റദ്ദാക്കി ഇറാൻ്റെ വ്യോമപാത തുറക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് ഇന്ത്യൻ വിദേശകാര്യം ഇപ്പോൾ തീരുമാനം മാറ്റുകയും സ്വന്തം നിലയ്ക്ക് നാട്ടിലേക്ക് വരാൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും ഇന്ത്യയിൽ നിന്നും ആരും ഇറാനിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇറാനിലെ ഇന്ത്യക്കാർ ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9,000-ഓളം വരുന്ന ഇന്ത്യക്കാരോട് കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.